ഇഷ്ടപ്പെട്ടോ ആ മനുഷ്യരുടെ കൂടെ അധികം വൈകാതെ നിങ്ങൾ അടിയുണ്ടാക്കി പിരിയും. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മളെ അങ്ങനെ പച്ചയ്ക്ക് സഹിക്കാൻ മനുഷ്യർക്ക് പൊതുവെ ഇഷ്ടമല്ല. ഇത്തിരി മേക്കപ്പ് ചെയ്താൽ നമ്മളെ കാണാനാണ് ഇഷ്ടം. മെൻ്റൽ മേക്കപ്പാണ് ഞാൻ പറയുന്നത്. അതിനാണ് ഭാവസ്വഭാവം എന്ന് പറയുക. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മുടെ ശരീരം പോലെ തന്നെയാണ്. ഞാൻ പലപ്പോഴും ഈ പരസ്യങ്ങളിലും സിനിമകളിലൊക്കെ സ്ത്രീകളെ കൂടുതൽ അട്രാക്റ്റീവാക്കി മാറ്റുന്ന, സൗന്ദര്യം കാണിപ്പിക്കുവാൻ വേണ്ടി സംവിധായകന്മാർ ചെയ്യുന്ന പെടാപ്പാടുകളെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. അവരിങ്ങനെ സ്ത്രീകളെയാണ് കൂടുതൽ ഇത് ചെയ്യുക, പുരുഷന്മാരെ മേലെ ചെയ്യാറില്ല. അവരിങ്ങനെ സ്ത്രീകളുടെ സൗന്ദര്യം തോന്നിപ്പിക്കുന്ന ഭാഗങ്ങളെയൊക്കെ പാതി മറച്ച്, മുക്കാല് മറച്ച്, കാൽഭാഗം മറച്ച്, 10% മറച്ച് ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ആളുകൾ എത്തി നോക്കിക്കൊണ്ടിരിക്കും, ബാക്കി എവിടെ എന്ന് പറഞ്ഞിട്ട്. ഇത് മുഴുവനും അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അട്രാക്ഷനും ഇല്ല എന്നുള്ളതാണ് വേറൊരു രസം. ഇതെല്ലാവർക്കും അറിയാം, ഇത് ഉണ്ടാക്കുന്നവർക്കും അറിയാം. അതുകൊണ്ട് അവരത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അവിടെ ക്യൂരിയോസിറ്റി ജനിപ്പിക്കും. ഇതൊക്കെ മനുഷ്യൻ്റെ സൈക്കോളജിയെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ടെക്നിക്കുകളാണ്. മനുഷ്യനെ പൂർണ്ണമായിട്ട് ഉടുത്തഴിച്ചിട്ട് കഴിഞ്ഞാൽ വലിയ ചന്തമുള്ള സാധനമൊന്നുമല്ല. പക്ഷെ അവിടെയൊക്കെ മറകൾ സൃഷ്ടിച്ച് ആവശ്യമുള്ള പോർഷൻസിനെ മാത്രം തുറന്ന്, ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തത് എനിക്കറിയില്ല, കാണിക്കാൻ അവർ പ്ലാൻ ചെയ്ത ഏതൊക്കെയോ സ്ഥലങ്ങൾ അവർ കുറച്ചായിട്ട് ഓപ്പൺ ചെയ്തിട്ടാണ് ഈ അട്രാക്ഷൻ ഉണ്ടാക്കുന്നത്. അതായത് എങ്ങനെയാണോ ഒരു വ്യക്തിയുടെ മുന്നിൽ നമുക്കൊരു അട്രാക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മളെ മൂടിക്കെട്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ അട്രാക്ഷൻ ഉണ്ടാവില്ല. പൂർണ്ണമായിട്ടും തുറന്നു നിന്നാലും അട്രാക്ഷൻ ഉണ്ടാവില്ല. വസ്ത്രത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ശരീരത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മളൊരു പ്രത്യേക രീതിയിൽ മറവുകളും എന്നാൽ അത്യാവശ്യം മറ്റുള്ളവർക്ക് നമ്മളെ കാണുകയും ചെയ്യുന്ന രീതിയിലൊക്കെ ആകുമ്പോഴാണ് ഈ ബോഡി അട്രാക്ഷൻ എന്ന് പറയുന്ന സാധനം അതിനെ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേപോലെയാണ് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി മൂടിക്കെട്ടിയിട്ട് നമ്മളെക്കുറിച്ച് ആർക്കും ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളിലേക്ക് അടുക്കാൻ ആളുകൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ നിഗൂഢമായി പോകും, മിസ്റ്റീരിയസ് പേഴ്സണായി മാറും. എന്നാൽ നമ്മളിങ്ങനെ ഓപ്പണായി മാറിയിട്ടില്ലേ, നമ്മുടെ മനസ്സ് തോന്നുന്ന എല്ലാം വിളിച്ചു പറയുക. അങ്ങനത്തെ ആൾക്കാർ കണ്ടില്ലേ, എൻ്റെ മനസ്സിലൊന്നും ഇരിക്കില്ല, എന്നാൽ ശുദ്ധനാണെന്നൊക്കെ പറഞ്ഞു. ഈ ശുദ്ധൻ ദുഷ്ടനേക്കാളും പണി ചെയ്യും. അതാ വലിയ രസം. അങ്ങനെ ഓപ്പൺ പൊതുമേഖലാ സ്ഥാപനം പോലെയാണ് അവർ. ആർക്കും കയറി ചെല്ലാവുന്ന സ്വഭാവം, ആരോട് എന്തും മനസ്സ് തോന്നിയതൊക്കെ തുറന്നു പറയുന്ന, ഒരു മറകളും ഇല്ലാത്ത, മുഖഭാവങ്ങളിൽ പോലും മറകളില്ല. എന്ത് എക്സ്പ്രഷനാണോ, ഉള്ളിൽ എന്താണോ ഫീൽ ആവുന്നത് അത് അപ്പം തന്നെ എക്സ്പ്രസ് ചെയ്യും. ഇങ്ങനെ ജീവിച്ചാലും പണി പാടും. ഇവിടെയാണ് നമ്മൾ ഭാവങ്ങളുടെയും സ്വഭാവങ്ങളുടെയും അച്ചടക്കം പഠിക്കേണ്ടത്. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ നമുക്കേ അറിയുള്ളൂ. പക്ഷെ നമ്മുടെ ഭാവം പലർക്കും അറിയും. അതിന് ഉള്ള ഉപകരണമാണ് നമ്മുടെ മുഖം. അതുകൊണ്ടാണ് നമ്മളതിനെ മുഖഭാവം എന്ന് പറയുന്നത്.